വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന എല്ലാ അധ്യായങ്ങളും എല്ലാവരും ശ്രമിക്കുക. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചാനലിൽ കൂടി കേൾക്കുന്ന ദൈവവചനങ്ങൾ എല്ലാവർക്കും ദൈവമായ കർത്താവ് അനുഗ്രഹം ഉണ്ടാക്കുകയും ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് സർവശക്തനായ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ തുടർന്നുമുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥനാന്തരപരമായ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. ലോത്തിനെ രക്ഷിക്കും. ഷീനാർ രാജാവായ അഹാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്, ഏലാം രാജാവായ കേദോർലാവോമോർ, ഗോയിം രാജാവായ തില എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദോം രാജാവായ ബേറ, ഗോമോ രാജാവായ ബീർഷ, അദ്മ രാജാവായ ഷീനാബ്, സോബോയി രാജാവായ ഷെബേർ, ബേല അതായത് സോവോർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരുന്നു. അതിപ്പോൾ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം കേദോർലാവോമോറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു. എന്നാൽ 13-ാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി. 14-ാം വർഷം കേദോർലാവോമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത്ത്, കർണായിമിൽ റഫായിമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാബക്കരിയായ തായിമിൽ യമീമുകളെയും സെയ്ദ് മലകളിൽ ഹോര്യരെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാറാൻ വരെയെത്തി. അവർ പിന്തിരിഞ്ഞ് എൽമിഷ്പാത്തിൽ അതായത് കാദശിൽ ചെന്ന് അമലേക്കരുടെ നാട് കീഴടക്കി. ഫസസോൻ താമോരിൽ പാർത്തിരുന്ന തമോരിനെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗോമോറ, അദ്മ, സെബോയിം, ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീം താഴ്വരയിൽ ഏലാം രാജാവായ കേദോർലാവോമർ, ഗോയിം രാജാവായ തിദാൻ, ഷീനാർ രാജാവായ അഹാഫേൽ, ഏലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ സിദ്ദീം താഴ്വര നിരയെ ചെളിക്കുണ്ടുകളായിരുന്നു. സോദോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗോമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഫെബ്രായനായ അബ്രഹാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിന്റെയും ആനറിന്റെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യന്റെ
ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രഹാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേർക്കൊപ്പം അബ്രഹാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാഴ്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുക്കളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. മെൽക്കിസദക്ക് വേണ്ടി കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാഡെ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിനെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെ ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രഹാം എല്ലാത്തിന്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരൂ, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരലോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭംഗിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശുവേ